ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു കൂൺ കറി ഉണ്ടാക്കിയാലോ. കൂൺ കറി ഉണ്ടാക്കാനായിട്ട് കുറേ നാളെ ഞങ്ങൾ വിചാരിക്കണം കൂൺ കറി കഴിക്കണമെന്ന്. പക്ഷെ കൂൺ നമുക്ക് ഇപ്പോഴാണ് കിട്ടിയത്. ഇങ്ങനെയായിട്ട് നമ്മളിവിടെ കൂൺ ക്ലീൻ ചെയ്യുക. അതിൻ്റെ ആ കോല് പോലത്തെ സാധനം നമ്മൾ ഉപയോഗിക്കും. പിന്നെ ഇതിങ്ങനെ പൊളിച്ചിട്ട് ഇതിൻ്റെ പുറത്തൊരു തൊലിയുണ്ട്. ആ തൊലി നമ്മളിങ്ങനെ കത്തി കൊണ്ട് ജസ്റ്റ് ഒന്ന് വലിക്കുമ്പോൾ തന്നെ അത് ഈസി ആയിട്ട് പോന്നോളൂ കേട്ടോ. പിന്നെ ചിലവർ ഇതിൻ്റെ ഉള്ളിലൊരു കറുത്ത സാധനമുണ്ട്, അത് കളയാറില്ല. നമ്മൾ അവിടെ കളയാറുണ്ട് കേട്ടോ, നമ്മളത് ഉപയോഗിക്കാറില്ല. അത് എല്ലാം ക്ലീൻ ചെയ്ത് നമ്മൾ പാത്രത്തിലേക്ക് ഇടുകയാണ്. ഇട്ടതിന് ശേഷം ഇതൊരു 5-6 പ്രാവശ്യം കഴുകിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയിലിട്ട് വയ്ക്കുക, വെള്ളത്തിലിട്ട് വയ്ക്കുക. അപ്പോഴേക്കും നമ്മൾ ഇവിടെ സവാളയും പച്ചമുളകും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇങ്ങനെ വാട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേനും നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയാണ്. ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാണ് കേട്ടോ ഇതിനകത്തേക്ക് ഇടണേ. അപ്പോഴത്തേനും നന്നായി ഫ്ലേവറൊക്കെ പിടിച്ചോളൂല്ലോ. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേനും നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ മഞ്ഞൾപ്പൊടി. അത് കുറച്ച് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, കൂടുതലായി ചിലപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ കുത്തു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് നന്നായിട്ട് നമ്മുടെ ഈ സവാള നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേനും നമ്മളിതിനകത്തേക്ക് ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ കാശ്മീരി ചില്ലിപ്പൊടി. നമ്മളിത് കുറച്ച് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ, കാരണം നമ്മൾ ഓൾറെഡി നമ്മളിതിനകത്തേക്ക് പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മുളക് പൊടി ഇടുക, അതിന് ശേഷം മല്ലിപ്പൊടി ഇടുക. മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നതാണ് ക്വാളിറ്റീൻ്റെ ഗരം മസാല. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല ഗൈസ്, ആകെ എന്നോട് പറയാൻ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പറയാവുന്നതാണ്. അങ്ങനെ ഗരം മസാല ഒക്കെ ഇട്ടിട്ട് ആയിക്ക് അതാട്ടോ ഭയങ്കര ഇഷ്ടം, ഈ ക്വാളിറ്റിയുടെയാണ് ആകെ യൂസ് ചെയ്യാറ്. അങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ. ഇളക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് വയ്ക്കുക. പിന്നെ നമ്മളിതിനകത്തേക്ക് പെപ്പർ പൊടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. നമ്മുടെ കയ്യിൽ പെപ്പർ പൊടി ഇല്ലാത്തതാണ് നമ്മൾ മറ്റേ സാധാ കുരുമുളക് എടുത്ത് കല്ലിലിട്ട് ചതച്ചിട്ട് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചതയ്ക്കുമ്പോൾ നന്നായിട്ട് പൊടിയായിട്ട് ചതയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. അപ്പോഴേക്കും ഇത് നമ്മുടെ ജസ്റ്റ് ഇങ്ങനെ വാടിയൊക്കെ വരും. കുറച്ച് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേനും നമ്മളിതിനകത്തേക്ക് ആഡ് ചെയ്യുന്നതാണ്. നമ്മൾ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, അതിങ്ങനെ അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തക്കാളി ഇട്ട് നമ്മുടെ ഇത് നന്നായിട്ട് യോജിപ്പിക്കുക. യോജിപ്പിച്ചതിന് ശേഷം ഈ നമ്മുടെ മസാല ഒന്ന് മൂടി വയ്ക്കുക. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ജസ്റ്റ് നന്നായിട്ട് വെന്ത് ഉടഞ്ഞിരുന്നോളൂ കേട്ടോ. ആ സമയത്ത് തക്കാളിയൊക്കെ വാടി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ പ്രധാന തരം കൂണിട്ട് കൊടുക്കുക. ഇത്രേ ഉള്ളൂ കേട്ടോ. ഉപ്പൊക്കെ നമ്മൾ ആവശ്യത്തിന് ഇട്ട് സെറ്റാണോ എന്ന് നോക്കാം കേട്ടോ. അതുകൊണ്ട് ആ വെള്ളത്തിൽ നിന്ന് നമ്മൾ നേരെ കൂൺ വാരി അതിനകത്തേക്ക് ഇടുവാണേ. കൂണിട്ടതിന് ശേഷം ആ മസാല ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ച് വയ്ക്കുക. നമ്മൾ ഇതിനകത്തേക്ക് അധികം വെള്ളം ഒഴിക്കുന്നില്ല, വെള്ളം ഒഴിച്ചിട്ടേ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കൂണിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് എല്ലായിടത്തേക്ക് ആക്കി വെച്ചതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് ഒരു അടപ്പ് വെച്ച് മൂടി വയ്ക്കുക. മൂടി കുറച്ച് കഴിഞ്ഞ് തുറക്കുമ്പോഴത്തേനും നമ്മുടെ ഇതിൽ നിന്ന് കൂണിൽ നിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. അന്ന് ജസ്റ്റ് അതൊന്ന് ഡ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കൂൺ കറി റെഡി ആവും കേട്ടോ. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്, ചോറ് കഴിക്കാൻ കൊതിയായിട്ട് വരാം. അപ്പം ഞാൻ പോയി ചോറ് വെച്ചിട്ട് വരാം. അപ്പം ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.